കീഴടങ്ങാൻ തയ്യാറല്ലാത്ത അവരെ പൂർണ്ണമായും വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഈ ഭരിക്കുന്നവരുടെ ഒരു രീതിയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നില്ല സഖാവേ, അതാണ് പ്രശ്നം. ആരോഗ്യ കേരളം നമ്പർ 1. ആരോഗ്യ കേരളം നമ്പർ 1. പക്ഷേ ഇവിടെയുള്ള മന്ത്രിമാരൊക്കെ ചികിത്സിക്കാൻ പോകുന്നത് വിദേശത്ത്. ഡോക്ടർ ഹാരിസ് രക്കലിന്റെ വായിൽ പഞ്ഞി ഇടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പഞ്ഞി അവിടെ കിട്ടാത്ത പഞ്ഞി ഇദ്ദേഹത്തിന്റെ വായിക്കകത്ത് കുത്തിക്കയറ്റാനാണ് ശ്രമിക്കുന്നത്. മിസ്റ്റർ കരുണാകരൻ, ഐ ഹാവ് ടു റീതിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് സല്യൂട്ട് അടിച്ചിട്ട് പോവുക. ഓക്കെ, അത്ര ധൈര്യമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നട്ടലിൽ 33 കശേരുക്കളാണുള്ളത്. ഇതിനെ മുറിച്ച് 66 ആക്കി വളഞ്ഞു നിൽക്കുന്നവരാണോ ഇപ്പം പിന്നെ DGP ആകുന്നത്, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ആകുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, വിഷമം തോന്നിയിട്ടുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് CPMന് ഇപ്പോൾ ഒരു തലവേദനയായിരിക്കുകയാണോ? അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് സ്വീകാര്യനായതുകൊണ്ടാണല്ലോ ഇപ്പോൾ പോലീസ് മേധാവിയായി വന്നിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരിൽ നിന്നാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾക്കും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. KK രാഗേഷ് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ തർക്കത്തിൻ്റെ കാര്യമില്ല, ഈ തീരുമാനം ഉചിതമാണ് എന്ന്. അപ്പോൾ പാർട്ടി തലപ്പത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ല, ഈ തീരുമാനം ശരിയെന്ന് പറയുമ്പോൾ അണികൾക്കിടയിൽ വല്ലാത്തൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. എതിരഭിപ്രായം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു അമർഷം തീർച്ചയായും അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. ഏത് തരത്തിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാമെന്ന് നോക്കാം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ കൂത്തുപറമ്പ് വെടിവയ്പ്പാണ് ഇവിടെ മുഴച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റവാഡ ചന്ദ്രശേഖരനെ എതിർക്കണം എന്ന് സാധാരണക്കാരായിട്ടുള്ള CPM അണികളും ഒക്കെ തന്നെ വിശ്വസിക്കുകയും ചെയ്തത്. കാരണം അന്ന് നേതൃത്വം ഇദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ പ്രചാരണവും പ്രതിഷേധവും അഴിച്ചുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അണികൾ പറയുന്നു അദ്ദേഹത്തെ എന്തിന് നിയമിച്ചു എന്നുള്ളതാണ്. അന്ന് കൂത്തുപറമ്പിൽ എന്ത് നടന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിഷയത്തിലൂടെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. കഥാപുരുഷൻ കാലാവശേഷനായി എങ്കിൽ പോലും ഇന്നും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ സ്ഥാനം അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് MV രാഘവൻ. അതെ, അദ്ദേഹവുമായി അങ്ങ് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഈ സ്പ്ലിറ്റിൻ്റെ ആ സമയം മുതൽ തന്നെ അദ്ദേഹവുമായിട്ട് അടുത്ത് ബന്ധപ്പെടാൻ പല സന്ദർഭങ്ങളിൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ CPMൽ നിന്ന് പുറത്ത് പോയ ആ കാലഘട്ടങ്ങളിൽ തന്നെ ആദ്യത്തെ ഒരു എന്ന് വെച്ചാൽ, ഞാൻ ഗസ്റ്റ് ഹൗസിൽ വരുമ്പോൾ അദ്ദേഹം അവിടെ പലപ്പോഴും വരികയും അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു. ഒരു ദിവസം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഞാനൊരു VIP കൊണ്ട് വന്നപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട്, MV രാഘവൻ അവിടെ തൊട്ടടുത്ത മുറിയിലുണ്ട്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 2 പേര് വെളിയിൽ നിന്ന് വന്നിരിക്കുന്നു, ഒരു ബംഗാളി പത്രമാണ്, ആനന്ദ ബസാർ പത്രിക, അവർ ഇൻ്റർവ്യൂ വേണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ വിടണ്ട, ആനന്ദ ബസാർ പത്രിക എന്ന് പറയുന്നത് അവിടുത്തെ മനോരമയാണ് ബംഗാളിൽ, അതുകൊണ്ട് നല്ലൊരു ഇൻ്റർവ്യൂ കൊടുക്കാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, താനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം, ഞാൻ മലയാളത്തിൽ പറയാം, താനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ അവിടുന്ന് ആനന്ദ ബസാർ പത്രികയുടെ ഒരു ലേഖകനല്ല, അദ്ദേഹം എഡിറ്ററാണ്, അദ്ദേഹം അവിടെ വരികയും അദ്ദേഹമായിട്ട് ദേബാഷിഷ് മുഖർജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ എപ്പോഴും ഓർക്കുന്നു, ദേബാഷിഷ് മുഖർജി എന്നെ പരിചയപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഈ എന്തുകൊണ്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ഉണ്ടായത്, എന്തായിരുന്നു ബദൽ രേഖ, ഇത് ബംഗാളിൽ അറിയിക്കാനായിട്ട് അദ്ദേഹം ഈ പത്രത്തിനെയാണ് ആശ്രയിച്ചത്. അപ്പോൾ എനിക്കൊരു ഭയമുണ്ട്, കാരണം അന്ന് ഇടതുപക്ഷം ഇവിടെ അധികാരത്തിൽ വരികയും EK നായർ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഒരു മിതത്തിലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ പറയുന്നതെല്ലാം താൻ ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ടെന്ന് ചോദിക്കുകയും ചെയ്തു. കാരണം ചിലത് ഞാൻ വിഴുങ്ങിയോന്ന് അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അന്നും അതിന് ശേഷവും എന്നോട് വളരെ അടുപ്പമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന്, അപ്പോഴൊന്നും അദ്ദേഹം മന്ത്രിയാണ്, അപ്പോഴൊന്നും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷേ അത് കഴിഞ്ഞ് ഈ കേസും ബഹളവും എല്ലാം നടന്ന് അദ്ദേഹം MLA അല്ലാതായി വന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടത്. അത് അപ്പോഴും ഗസ്റ്റ് ഹൗസിൽ വരുമ്പം എന്നോടാണ് പലപ്പോഴും, അദ്ദേഹത്തിന് മുൻ മന്ത്രി എന്നുള്ള നിലയ്ക്ക് എല്ലാ സ്വീകരണങ്ങളും കൊടുക്കേണ്ടതാണ്, പക്ഷെ ചിലപ്പം റൂമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഉടൻ തന്നെ എന്നെ വിളിച്ചിട്ട് ഒരു റൂം അറേഞ്ച് ചെയ്യാനൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരിക്കലും എനിക്കിങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടി.
അത് ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിനോട്, നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? കാരണം മന്ത്രി രാമകൃഷ്ണൻ, അന്ന് DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആ മന്ത്രിസഭയിലുണ്ടായിരുന്ന രാമകൃഷ്ണൻ ഇതുപോലെ ഈ അവിടെ ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചു. കാരണം അത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം, എനിക്കൊന്ന് പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു. ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ കാരണം അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിക്കുകയും എന്നാൽ MER അതിൽ പങ്കെടുക്കണമെന്ന് ശക്തമായി തീരുമാനിക്കുകയും ചെയ്തു. ഓക്കെ, അന്ന് അത്രയും വലിയ അക്രമത്തിനാണോ അന്ന് കോപ്പ് കൂട്ടിയത്? അന്ന് അത്ര വലിയ അക്രമത്തിനാണ് കോപ്പ് കൂട്ടിയതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നു. അവിടുത്തെ പോലീസിന്റെ കലാപത്തിന്റെ റിപ്പോർട്ട് ബഹളവും എല്ലാം അങ്ങനെയായിരുന്നു. കാരണം അദ്ദേഹം 2000-ഓളം പേര് അവിടെ തടിച്ചുകൂടിയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടിയത്. ഇതിനിടെ വകഞ്ഞ് ഇങ്ങനെ കയറി വരാൻ വലിയ പാടാണ്. 2000 DYFI പ്രവർത്തകരാണ്, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും വകഞ്ഞ് നീക്കിപ്പോൾ അത്രയ്ക്ക് വലിയ പോലീസ് സന്നാഹം തന്നെ വേണം. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം. ഇത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണ്. ഒരു മന്ത്രിക്ക് ഇവിടെ വഴി നടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വഴി നടക്കാൻ പറ്റുക? എനിക്ക് പോകണം. അങ്ങനെ പോയി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അന്നേനെ അദ്ദേഹം കയറി വന്നപ്പോൾ തന്നെ ഈ വണ്ടി വരുമ്പോൾ തന്നെ ബഹളമായിരുന്നു അവർ. ആ ബഹളവും ആൾക്കൂട്ടവും എല്ലാം വന്നു. അവിടെ അപ്പം തന്നെ യാത്തി ചാർജും മുകളിലോട്ട് അങ്ങോട്ട് പിടിക്കുകയൊക്കെ ആകാശത്തോട്ട് പിടിക്കാണ്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് അകത്തോട്ട് കയറുകയാണ്. അകത്ത് കയറുമ്പോഴേക്കും വീണ്ടും ചെതറി ഓടിയ ആൾക്കൂട്ടം വീണ്ടും കൂടി വരികയും ഭയങ്കര ബഹളം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ കയറി തിരി കൊളുത്തി. എം വി രാഘവൻ്റെ പ്രസംഗം അറിയാമല്ലോ, 13 മിനിറ്റോളം വരുന്ന ദൈർഘ്യം, ആ ഒരു വളരെ വൈകാരികമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രസംഗത്തോടു കൂടി ഇതിനകത്തും കുറേ പേര്, വേദിയിലും കുറേ പേര് ഒളിഞ്ഞും തെളിഞ്ഞും കയറി ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, പാർട്ടിക്കാർ, DYFIക്കാർ അവരും ഇളകി കസേര എടുത്തിട്ട് അടിക്കുക ഒക്കെ ആയിട്ട് ആകെ ബഹളമായി. അതോടുകൂടി പ്രശ്നം അലങ്കോലമായി. അപ്പം തന്നെ മന്ത്രിയെ അവിടുന്ന് മാറ്റാനായിട്ടെല്ലാവരും തീരുമാനിച്ചു. മന്ത്രിയെ മാറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം മന്ത്രി തന്നെ വെടിവെക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. തോക്ക് കയ്യിലിരിക്കില്ല, എടുത്ത് വെടിവെച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്തെ വാർത്ത വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് മാത്രമാണ്, അങ്ങനെ പോലീസ് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു കൈയും കാലും കാണില്ലായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ നിർദ്ദേശം കിട്ടിയെന്നാണ് പറയുന്നത്. ഓ, ഒരു കൈയും കാലും മിനിമം. അന്ന് റവാഡ ചന്ദ്രശേഖർ ആണ് വെടിവയ്പ്പിന് ഉത്തരവിട്ടത് എന്നും അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നും ഉള്ള ഒരു ആരോപണമുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള കേസ് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നാലെ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ കോടതി കുറ്റമുക്തനാക്കി എന്നതാണ് MV ഗോവിന്ദനും KK രാഗേഷും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ശരിയാണ്, ഉദ്യോഗസ്ഥർ മുകളിലുള്ള ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ് ഈ റവാഡ ചന്ദ്രശേഖറിൻ്റെ പങ്കിനെക്കുറിച്ച് അങ്ങേക്ക് അന്ന് അറിയാൻ സാധിച്ചത്? അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അദ്ദേഹം 91 സർവീസിൽ വന്ന ആളാണ്. അല്ല, 91 സർവീസിൽ പിന്നെ പ്രവേശിച്ചതാണ്. അപ്പോൾ 2 വർഷത്തെ അവരുടെ ട്രെയിനിങ്ങും പ്രൊബേഷനും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം 93 അവസാനം കണ്ടാണ് ഇവിടെ വന്ന് കേരളത്തിൽ തന്നെ ചാർജ് എടുക്കുന്നത്. എന്നിട്ട് ഈ പിന്നെ തലശ്ശേരിയിൽ ASP ആയിട്ട് ഏതാനും ദിവസങ്ങളെ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ, 2-3 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു നിയോഗം കിട്ടിയത്. സസ്പെൻഷനിലായെന്ന് തോന്നുന്നു അല്ലേ? അതിനുശേഷം സസ്പെൻഷനിലായി, വലിയ പ്രശ്നങ്ങളായി. പിന്നെ ഇതിന് എൻക്വയറി വരികയും അതിനുശേഷം ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് 94 അവസാനമാണ്, നവംബറിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ 96 ആയപ്പോഴേക്കും പുതിയ ഗവൺമെൻറ് വന്നില്ലേ. ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഇലക്ഷനും പുതിയ ഗവൺമെൻറ്, നായനാർ മന്ത്രിസഭയൊക്കെ വരികയാണ് ഇത്. അപ്പം പിക്ചറങ്ങ് മാറി. പെട്ടെന്ന് ആ ഒരു ഭരണത്തിൻ്റെ ഷെയ്ഡിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാവുന്ന സാഹചര്യങ്ങളെ മാറിപ്പോയി. പിന്നെ വന്നത് നായനാർ ഗവൺമെൻറ്റാണ്. അപ്പോൾ പിന്നെ അവരുടെ കയ്യിലായി എല്ലാ കാര്യങ്ങളും. പിന്നെ ബാക്കി ഇതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലാണ് ഇത് നടന്നിരുന്നത്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പിൻ പോയിന്റ് ചെയ്ത് ഫോക്കസ് ചെയ്തൊക്കെ ഇവരെ എല്ലാം ബുദ്ധിമുട്ടിക്കാൻ നോക്കി. എസ്പെഷ്യലി MERനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. എനിക്ക് തോന്നുന്നു MVRനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്കൊന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്തു. പിന്നീട് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ് ചെയ്തത്. എനിക്കൊന്ന് ഈ MVRനെ ലക്ഷ്യം വെച്ചത് കൊണ്ടായിരിക്കണം കേസ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ട് പോലും അത് ദുർബലമായി പോയതെന്ന് തോന്നുന്നു. അല്ല, അന്വേഷണ കമ്മീഷന് പോലും ശക്തമായിട്ട് ഇത് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത്ര വലിയൊരു മോബ് ഇങ്ങനെ വയലൻ്റായി നിൽക്കുമ്പം പോലീസിന് വെടിവെച്ചല്ലേ പറ്റൂ എന്നുള്ളതാണ് അന്വേഷണ കമ്മീഷനും പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയിട്ട് ഇത് തള്ളിപ്പോകാൻ, ഹൈക്കോടതിയിൽ തന്നെ അത് വീക്കായി. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാനുള്ള പെർമിഷൻ എടുത്തിട്ടില്ല. അങ്ങനെയാണ് ഇവർ ആദ്യം രക്ഷപ്പെടുന്നത്. അതെ അതെ. ഈ DGP അടക്കമുള്ളവർ രക്ഷപ്പെടുന്നത് ആദ്യത്തെ ഇത് അങ്ങനെയാണ്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ടുള്ള ഗവൺമെൻറ് അനുമതി അന്ന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. FIR ഒക്കെ തയ്യാറാക്കിയെങ്കിലും. അപ്പം
അന്ന് മുതലേ ഇത് ചീറ്റി തുടങ്ങി. അത് പൂർണ്ണമായിട്ടും അതങ്ങ് ശൂന്യമായി പോവുകയാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വർത്തമാനകാലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആഗ്രഹമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കേന്ദ്രം വെട്ടി. അതിനുശേഷം കൊടുത്ത ഷോർട്ട് ലിസ്റ്റിലുള്ളതിൽ ഒരാളാണ് റവാഡ ചന്ദ്രശേഖർ. അതെ, അറിയാൻ കഴിയുന്നത് മറ്റ് 2 പേരെ ഒരു കാരണവശാലും സാധിക്കില്ല ഈ പോസ്റ്റിലേക്ക് നിയമിക്കാൻ. കാരണം അവരൊന്നും ഇങ്ങനെയാണ്, ഈ ഒരു വാക്കാണ് എനിക്ക് കിട്ടിയത്, മറ്റ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് കിട്ടിയത്. മറ്റ് 2 പേരും ഈ രാഷ്ട്രീയക്കാരെ വകവയ്ക്കില്ല, സ്വാധീനങ്ങൾക്ക് വഴങ്ങില്ല എന്നുള്ളതാണ്. അതെ അതെ. യോഗേഷ് ഗുപ്തയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സർവീസിലേക്കുള്ള പോക്ക് പോലും തടയിടാൻ വേണ്ടി ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലരും പറഞ്ഞിട്ടും ഉണ്ട്. അത് നമ്മൾ വാർത്തയിലൂടെ അറിയിക്കും. ഇതിനു മുമ്പേ സെൻകുമാർ IPSന്റെ കാര്യത്തിൽ മുതൽ നമുക്കറിയാമല്ലോ, കീഴടങ്ങാൻ തയ്യാറല്ലാത്ത അവരെ പൂർണ്ണമായും വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഈ ഭരിക്കുന്നവരുടെ ഒരു രീതിയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഒരു രീതിയാണ്. അത് എല്ലാ കാലങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ സെൻകുമാർ IPS അദ്ദേഹം സുപ്രീം കോടതിയിൽ പോവുകയും സെൻകുമാർ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള എന്നൊരു വിധി സമ്പാദിച്ചത് വളരെ ഗുണകരമായി. അതൊക്കെ കൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ റവദ ചന്ദ്രശേഖർക്ക് പോലും ഇവിടെ ഈ സ്ഥാനത്തിരിക്കാൻ കഴിയുന്നത് ആ വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. സുപ്രീം കോടതിയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെ 5 പേരെ നിർദ്ദേശിക്കുന്നു, അവിടുന്ന് 3 പേര് UPSCക്ക് വിട്ട് UPSC അവിടുന്ന് 3 പേരുടെ പേര് ഇങ്ങോട്ട് കൊടുക്കുന്നു. അവരിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളവരെ DGP ആക്കണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ സർക്കാരിന് തീരുമാനിക്കുകയും 3 ഏറ്റവും ബെറ്റർ ആരാണ്, അങ്ങനെയാണ് ഇപ്പോൾ DGP ആക്കിയിരിക്കുന്നത്. ആ ബെറ്റർ ഏത് വിധത്തിലാണ് ബെറ്റർ എന്നുള്ളതാണ് പ്രശ്നം. പാർട്ടിക്ക് വഴങ്ങുന്നവനാണോ ബെറ്റർ, അതോ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്ന ആളാണോ ബെറ്റർ എന്നുള്ളതിലാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയാണല്ലോ, CPM ആണല്ലോ, അപ്പോൾ അവർക്ക് നേതൃത്വം അണികളെ ബോധ്യപ്പെടുത്താൻ തയ്യാറായേക്കും. അവരൊക്കെ ആ ഒരു വിശദീകരണത്തിൽ അവരൊക്കെ തൃപ്തരായേക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരോട് എന്തുത്തരം പറയൂ എന്നുള്ളൊരു ഒരു ചങ്കിൽ കുത്ത് ഇവർക്കുണ്ടാകുമോ? അങ്ങനെ മനസാക്ഷി ആത്മാവ് ഇങ്ങനെയൊക്കെ ഉള്ളത് പാർട്ടിയിലൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ആത്മാവ് പോലും വിശ്വാസമില്ലല്ലോ. അപ്പോൾ മനസാക്ഷി എന്ന് പറയുന്നതും അങ്ങനെ വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ് പല കമ്മ്യൂണിസ്റ്റുകാർക്കും തോന്നിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെയാണ് അതാത് സന്ദർഭങ്ങളിൽ അതാത് അവസരങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പുതിയ ഒരു ശൈലിയായിട്ട് വന്നിട്ടുള്ളത്. അതെല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിൽ നമ്മൾ ഒരു ശക്തമായ പാർട്ടി ആയതുകൊണ്ട് അവർ എടുക്കുന്ന ശക്തമായ ഇത്തരം നിലപാടുകളെ ജനങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് വെളിച്ചത്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് അന്നത്തെ വെടിവയ്പ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഏറെക്കാലം നരകജീവിതം നയിക്കേണ്ടി വന്ന പുഷ്പനെക്കുറിച്ച് അവർ പാട്ട് പോലും ഇറക്കിയിട്ടുണ്ട്. അതെ അതെ. അത് പലയിടത്തും അവർ പല ആവർത്തി ആ പാട്ട് പാടുകയും വെളിച്ചമാണെന്നും ഒക്കെ പുഷ്പനെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ആ പുഷ്പനെയൊക്കെ അവർ മറന്നു. അവരാണിപ്പോൾ മറന്നിരിക്കുന്നത്. പുഷ്പൻ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം ഇവിടുന്നൊക്കെ വിട്ട് അയാളൊരു പാവപ്പെട്ട കർഷകൻ്റെ മകനാണ്. ഇവിടുന്ന് വിട്ട് ബാംഗ്ലൂർ പോയി അവിടെ ഒരു വ്യവസായ ചെറിയ പല കടയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പം എന്നാണ് ഞാൻ ഒരാളിൽ നിന്ന് അറിഞ്ഞത്. തിരിച്ചിവിടെ വരികയും ഈ ഒരു പ്രക്ഷോഭം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് കയറി പെട്ടതാണ്. പിന്നെ ഈ വെടിവെപ്പ് നടന്നപ്പോൾ ആവേശം മൂത്ത് കൊല്ലുന്നോടാന്ന് പറഞ്ഞ് ചാടിച്ചെന്നാണ് പറഞ്ഞു. ഇയാൾ നടുക്കെങ്ങാണ്ട് നിന്നിരുന്നതാണ്. അപ്പോൾ മുന്നിലേക്ക് ആവേശത്തോടു കൂടി ചാടിച്ചെന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ കഴുത്തിൻ്റെ പുറകിലാണ് വെടികിട്ടി. അങ്ങനെ ഈ നാടി സ്തംഭിച്ചു പോയി. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ MV രാഘവൻ, ഇവരെയൊക്കെ ഈ ഇടതുപക്ഷം CPM പിന്നീട് ഉൾക്കൊള്ളുന്നതിനും നമ്മൾ സാക്ഷിയായി. തീർച്ചയായിട്ടും. ഈ അദ്ദേഹം പുഷ്പൻ അങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴാണല്ലോ അഴീക്കോട് രാഘവൻ്റെ മകനെ തന്നെ അരിവാൾ ചിറ്റി നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവദിക്കുന്നത്. ഇനിയിപ്പോൾ മത്സരിക്കാൻ അദ്ദേഹം ഇനിയും മത്സരിക്കാൻ പോവുകയാണ്. അപ്പം ഇതിലൊക്കെ അപ്പോൾ ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പുഷ്പൻ്റെ ശരീരം അനങ്ങുന്നില്ലെങ്കിലും ശരീരം പിടയില്ല, കാരണം ശരീരം തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ മനസ്സെങ്കിലും പിടഞ്ഞു കാണും എന്നൊരാളെന്നോട് പറയും. ആത്മാവും പിടയുന്നുണ്ടാവും. ഇപ്പോൾ ആത്മാവും പിടയുന്നുണ്ടാവും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആത്മാവൊക്കെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം ആത്മാവൊന്നുമില്ല എന്നുള്ളതാണ്, ആത്മീയതയില്ല, ആത്മാവില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റിനെ കാണുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഈ റവാഡ ചന്ദ്രശേഖരനെ വിമർശിക്കുകയല്ല, അദ്ദേഹം മേലുദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു പോലീസ് ഓഫീസറെയും നമുക്ക് ഇങ്ങനെ അവരെടുക്കുന്ന
നടപടികളുടെ പേരിൽ നമുക്ക് പൂർണ്ണമായും അവരെ സർവീസ് കാലം മുഴുവൻ, കാരണം അതിനൊക്കെ എൻക്വയറി വേണം, അതിന് നടപടി വേണം, അത് നടപടിയിൽ നിന്ന് അവരെ വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കറ തേടി പോകരുത്. ഇവരുടെ ജോലി ഇതാണ്. പക്ഷേ ഉദ്യോഗസ്ഥരെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്, ഈ നിലപാടുകൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ മാറ്റുന്നത്, അതിനെ വിശദീകരിക്കുന്നത്, വെളുപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ വിമർശിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും വിമർശിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ ഗവർണറാണ് എന്നൊക്കെ പറയുന്നെങ്കിലും ഇത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഈ IAS IPS സിവിൽ സർവീസുകാരാണ്. അതിൻ്റെ താഴെയുള്ള ക്ലർക്കും പിയൂണും എല്ലാം വരുമെങ്കിൽ പോലും എൻ്റെ ടോപ്പിലിരിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് കൈകാലുകൾ ചലിക്കാനുള്ള അവസരം കൊടുക്കണം, അവർക്ക് എഴുതാനുള്ള അവസരം കൊടുക്കണം ഫയലിൽ. അപ്പോൾ അതിന് പകരം അവരെ കോർണറൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണം നടക്കാതെ വരും. കാരണം ഭരണം ഫയലുകളിലൂടെയാണ് നടക്കുന്നത്. അതെ, പോലീസിലാണെങ്കിൽ ഉത്തരവുകളിലൂടെയാണ് നടക്കുന്നത്. ഒരു പോലീസിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് 3 ഘടകങ്ങളാണ് പറയുന്നത്. ഒന്ന് SHO, ഒന്ന് ഡിസ്ട്രിക്റ്റ് ഓഫീസർ, ആരാണോ, സൂപ്രണ്ടാണെങ്കിൽ സൂപ്രണ്ട്, കമ്മീഷണറാണെങ്കിൽ കമ്മീഷണർ, പിന്നൊന്ന് DGP, പണ്ടാണെങ്കിൽ IG. ഈ 3 തട്ടിൽ ഇത് ക്വിക്കായിട്ട് ഓർഡറുകൾ പോവുകയും വരികയും ചെയ്താൽ മാത്രമേ, അതിനിടയ്ക്ക് വേറെ ആരും വരാൻ പാടില്ല, അതിൻ്റെ മുകളിൽ വേറെ ആരും വരാൻ പാടില്ല എന്നൊക്കെയാണ് തത്വം. അഡ്വക്കേറ്റ് ജയശങ്കറുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 9 വർഷമായി, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും അതിന് മുൻപുണ്ടായിരുന്ന പോലീസ് മേധാവിമാർ വളരെ കരുത്തരായിരുന്നു. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും, പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർ ഇങ്ങനെ നട്ടല് വളക്കില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 9 വർഷം ദയനീയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഇതിനേക്കാൾ ദയനീയമാവുമെന്നാണ് ഞാൻ ഭയക്കുന്നത്. കാരണം ഞാൻ കേട്ട ഒരു IPS ഓഫീസറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് IG രാജൻ എന്നാണ്. അന്ന് DGP ഇല്ല, അടിയന്തരാവസ്ഥ കാലമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് K കരുണാകരൻ എന്ന് പറയുന്ന വിറപ്പിക്കുന്ന ആഭ്യന്തരമന്ത്രി, അടിയന്തരാവസ്ഥ കാലം. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ ആഭ്യന്തരമന്ത്രി K കരുണാകരൻ ശരിയായതെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ യെസ് സാർ എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിച്ച് കേട്ട് പോകുമായിരുന്നു. അതേസമയം അദ്ദേഹത്തിന് തെറ്റെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് ഒരു തർക്കമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെ നിയതിക്ക് ചേർന്നതല്ലെന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ അദ്ദേഹം മിസ്റ്റർ കരുണാകരൻ ഐ ഹാവ് ടു റീതിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് സല്യൂട്ട് അടിച്ചിട്ട് പോവുക. ഓക്കെ, അത്ര ധൈര്യമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 11 ഞാൻ കണ്ട ഒത്തിരി പേരുണ്ട്. ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന മുഴുവൻ പേരെ എനിക്കറിയാം. ഈ അജിത് കുമാർ എന്ന് പറയുന്നതായാലും മനോജ് എബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ആയാലും ഈ പിന്നെ ഒരുവിധപ്പെട്ട എല്ലാവരെയും എനിക്ക് പിന്നെ ഉപാധ്യായ ഇപ്പോൾ ഇരിക്കുന്ന DGP ഇവരെല്ലാം എനിക്ക് നേരിട്ട് പേഴ്സണലായിട്ട് അറിയാം. കാരണം ഇത് ഒന്ന് റെസിഡൻസ് അസോസിയേഷനുകളുടെ ഫെഡറേഷൻ്റെ ഞാൻ അതുമായിട്ട് ജനമൈത്രി പ്രോഗ്രാമായിട്ട് ഹോർമീസ് തരകൻ സാറായിരുന്നു അന്ന് ആദ്യമായിട്ട് ഈ ജനമൈത്രിയുടെ ഒരു വലിയ വിപുലീകരണം നടത്തിയത്. സിറ്റിയിൽ മാത്രം ഒതുങ്ങിയിരുന്നതിനെ റൂറലിലേക്കും കൂടെ കൊണ്ടുവരുന്നതിനൊക്കെ ആദ്യം അദ്ദേഹമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അന്ന് മുതൽ ഞാൻ ഈ പോലീസ് ഓഫീസർമാരായിട്ട് വളരെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം അറിയാവുന്ന, അന്നത്തെ ഓഫീസർമാർക്കൊരു നമ്മളൊരു പ്രശ്നം ചെന്ന് പറഞ്ഞാൽ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നു. ശരിയെന്ന് തോന്നിയാൽ അപ്പോൾ ഓർഡർ ഇടുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കത് കഴിയാറില്ല എന്നുള്ളതാണ്. അത് ഒരു വലിയ ഗതികേടാണ്. ആ ഗതികേടെന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് നട്ടലിൽ 33 കശേരുക്കളാണുള്ളത്. ഇതിനെ മുറിച്ച് 66 ആക്കി വളഞ്ഞു നിൽക്കുന്നവരാണോ ഇപ്പം പിന്നെ DGP ആകുന്നത്, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ആകുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിതിൻ്റെ എല്ലാം അടുത്ത് നിന്ന് 33 വർഷം സേവനം നടത്തിയ ആളാണ്. പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. അന്ന് ഈ അന്ന് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ശ്രീ രാജൻ IG, അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ മറ്റൊരു സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നില്ലേ? അല്ല, അത് K കരുണാകരൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഏതിനും അദ്ദേഹം ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തും. അപ്പോൾ ഇന്ന് ഇൻചാർജിനെ കുറിച്ച് ആലോചിച്ചല്ലോ, ഇഷ്ടപ്പെടാത്ത ഒരു എക്സോഫീഷ്യൽ ഇൻചാർജ് DGP ഇൻചാർജിനെ കുറിച്ച് ആലോചിച്ചല്ലോ അന്ന്. പക്ഷേ അന്ന് K കരുണാകരൻ അങ്ങനെ ഒരു വിദ്യ ചെയ്തു. അന്ന് IGക്ക് ഇൻചാർജ് അല്ല, അന്ന് DIG ആയിരുന്ന ജയറാം പടിക്കലിനെ അദ്ദേഹം ഒരു ഇൻചാർജിനെ പോലെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പലരും പറയാറുണ്ട്. അതായത് നേരിട്ട്
അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ IG എടുത്ത് പറയുകയും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ജയറാം മെഡിക്കലിനെ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി കരുണാകരൻ ഉണ്ടായിരുന്നു എന്ന് DIGയെ കൊണ്ട് IG-യുടെ കീഴിൽ DIG ഏതാണ്ട് ഇൻചാർജ് പോലെ ആക്കിക്കൊണ്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകം ഈ എന്തും ഒരു വളയ്ക്കേ ഉള്ളൂ, ഒടുക്കിയില്ല. അതായത് ഒരു പുതിയ നിയമം ഉണ്ടാക്കി ഒരിക്കലും സർവീസ് പിന്നെ അത് നൂരാൻ പറ്റാത്ത വിധത്തിലാക്കിയില്ല. അദ്ദേഹം തൽക്കാലത്തെ സൗകര്യത്തിന് ഒരാളെ ഇങ്ങനെ ആക്കി വെക്കും, പിന്നീട് അതൊരു കീഴ്വഴക്കമാക്കാനുള്ള അവസരം കൊടുത്തു. കീഴ്വഴക്കമാക്കി ഇതാണ് റൂള് എന്ന് പറയാനുള്ള അവസരം അദ്ദേഹം കൊടുത്തു. അതിനുള്ള കീഴ്വഴക്കമൊക്കെ ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടു, ഒരുപാട് കീഴ്വഴക്കങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിപ്പോ സെക്രട്ടറിമാർക്ക് ഇപ്പം പിന്നെ ഒരു എക്സ് ഒഫീഷ്യോ സെക്രട്ടറി, അതായത് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കാകുന്ന ആളിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി ഒക്കെ ആവാം. ആ ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായി വരുന്ന ആളിന് ഈ 30 വർഷം 20 വർഷം IAS ഇരുന്ന് മുറ്റിയ ഒരാളിനെ മിനിമം സെക്രട്ടറിയെങ്കിലും ആവാൻ നോക്കുള്ളൂ. ആ ആളിൻ്റെ ഒപ്പ് ഇയാൾക്ക് ഇടാമെന്നുള്ള ഒരു എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്നുള്ളൊരു ഓർഡർ അതിപ്പം സുപ്രീം കോടതി ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ ഈ റവാഡ ചന്ദ്രശേഖറിൻ്റെ വിഷയം ഇത്രയും മാധ്യമ ശ്രദ്ധ ലഭിക്കേണ്ട വിഷയമാണോ? ഒരു പുതിയ DGP വരുന്നു, നിയമിക്കേണ്ട ഒരു സാഹചര്യം, പുതിയ DGP വരുന്നു, അദ്ദേഹം ചുമതലയേൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത്രയേറെ പോപ്പുലേഷൻ പൂർണ്ണമായും ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. കാരണം ഇതിപ്പോൾ അവർക്ക് അവരുടെ പാർട്ടിയിൽ വിശദീകരിച്ച് പോകേണ്ട ഒരു കാര്യം തന്നെയായി, അതിന് മാത്രം അങ്ങനെ ഒതുക്കാമായിരുന്നു. എങ്കിലും ഇതൊരു പരിധി വിട്ട് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ചില വിഷയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഈ കഴിഞ്ഞ 9 വർഷവും ഉയർന്നു വരുമ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് അത് വളരുമ്പോൾ മറ്റൊരു വിഷയം അവിടെ പിറവിയെടുക്കുന്നതായി നമുക്ക് പലപ്പോഴും കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. അതെ, ഈ മെഡിക്കൽ കോളേജ് വിഷയം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. അത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നിർവഹിക്കേണ്ടവർ, അവരുടെ വീഴ്ചയാണ് അത് പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് അനാവരണം ചെയ്യപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ റവാഡ ചന്ദ്രശേഖർ വരുന്നു. ഇത് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു പുതിയ നടപടിയാണ്. ഞാനൊക്കെ സർവീസിൽ കയറുമ്പോൾ സർക്കാർ സർവീസിൽ ഒരു പ്രശ്നം വന്നാൽ അത് നമ്മൾ തുറന്നു കാണിച്ചാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ മന്ത്രി ആയാലും സെക്രട്ടറി ആയാലും മുതലുള്ള അത് കാരണം അവർ പറയുന്നത് എന്തറിയാമോ, ഈ നമ്മുടെ ശരീരത്തിനൊരു ക്യാൻസർ വരുന്ന പോലെയാണ്. അത് തുടക്കത്തിലേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് നമ്മൾ പിന്നെ പെർഫെക്റ്റ് ആയിട്ട് പോകും. അതേസമയം ഇത് പൂഴ്ത്തി വെക്കാനാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. പൂഴ്ത്തി വെച്ചാൽ ക്യാൻസർ പോലെയാണ് ഡിപ്പാർട്ട്മെൻറ്റിലും. ഈ പൂഴ്ത്തി വയ്ക്കുന്ന ഒരു പ്രശ്നം അത് പിന്നെ മൾട്ടിപ്പിൾ സെക്കൻഡറി മൾട്ടിപ്പിൾ സെക്കൻഡറി ഒക്കെ ആയിട്ട് പല അവയവങ്ങളെ ബാധിച്ച് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു ക്യാൻസറായി നമ്മുടെ മെഡിക്കൽ കോളേജുകളും ജനറൽ ഹോസ്പിറ്റലുകളും മാത്രമല്ല വില്ലേജ് ഓഫീസ് വരെ പോലീസ് സ്റ്റേഷൻ എല്ലാം മാറും. അങ്ങനെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യം. ഞാനിതുവരെ സർവീസിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഈ പൂഴ്ത്തി ഭാഗ്യത്തിന് അതിന് മുമ്പേ ഞാൻ റിട്ടയർ ചെയ്തു എന്നുള്ളതാണ്. അതെ, സത്യമാണ്. അതായത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, അഴിമതികൾ ഇതൊക്കെ പൂഴ്ത്തി വയ്ക്കണം. അതാണ് അലിഖിതമായ നിയമം. അതിനെതിരെ ശബ്ദിക്കുവാൻ നട്ടലുള്ള ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ അവരെ വിഷമിപ്പിക്കും. പകയോടുകൂടി അവർക്ക് പിന്നാലെ കൂടി അവരുടെ പുക കണ്ടേ അടങ്ങൂ എന്നുള്ള തരത്തിൽ പോകുമ്പോഴും ചിലരൊക്കെ നെഞ്ചു വിരിച്ചങ്ങ് നിൽക്കും. അതെ, അവിടെ ഇവരുടെ ഈ നിൽക്കുന്നവൻ ഒന്നുകിൽ അവർക്ക് പ്രത്യേക ലാവണങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അല്ല, ഇതുപോലെ ഞാൻ ഉദ്ദേശിച്ചത് ഡോക്ടർ B. അശോക്. അതെ, വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ. അതെ, വളരെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന് വളരെ ആർജവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അതുപോലെ തന്നെ N. പ്രശാന്ത് IAS, അദ്ദേഹത്തെ ഒരു കാരണം ഇല്ലാതെ ഇങ്ങനെ സസ്പെൻഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ആരാണ്? ഇത് ചെയ്യുന്നവർക്കോ സ്ഥാനമാനങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് ജനങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് പോകുന്ന മെസ്സേജ് ഒന്ന് മാത്രമേ ഉള്ളൂ. കാല് നക്കുന്നവർക്ക്, ഞാൻ പറഞ്ഞില്ലേ 33 കശേരികൾ നേരെ നിർത്തുന്നവന് ഒരു സ്ഥാനമില്ല. അതിനെ 33ആയിട്ട് വളയ്ക്കുന്നവനും സ്ഥാനം കുറവാണ്. ഇതിനെ 66ആയിട്ട് വളയ്ക്കുന്നവർക്കാണ് സ്ഥാനമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഖേദകരമായ അവസ്ഥ. ഒരു 10-25% പേരുണ്ട് സത്യസന്ധന്മാരും. ജീവിതം ഞാൻ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം, അതിന് ഈ ഫയലിൽ ഞാനിങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ മേലുദ്യോഗസ്ഥനോട് പറയണം എന്നൊക്കെ പറയുന്ന വിഡ്ഢികളെന്ന് നമ്മൾ വേണമെങ്കിൽ വിളിക്കാവുന്ന കുറേ നല്ല മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് പെട്ടുപോണത്. അതെ, ഇപ്പോൾ അതിലൊന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞാൽ IAS ഏറ്റവും ടോപ്പിലുള്ള ആളാണ് ഡോക്ടർ അശോക്, അല്ലേ? അതെ, അദ്ദേഹത്തിന് ഗതിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്ന് വേറെ ഒരു 7ാം കൂലി പോസ്റ്റിലേക്ക് കൊണ്ട് വയ്ക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് കാറ്റിൽ പോയി ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വരുന്ന അവസ്ഥ.
ഇതെല്ലാം എന്നിട്ട് വേറൊരാള് നിയമവിരുദ്ധമായിട്ടാണ് ഇത് അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നിയമവിരുദ്ധമാണ്. അത് പകൽ ആണ് ഈ അത് നിയമപരമാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ നിയമം ഏത് നിയമം അല്ലാത്തതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പോൾ എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർക്ക് നാളെ എന്തായിരിക്കും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടണമെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. കാരണം എന്തറിയാമോ, പിന്നെ ഭരണത്തിന്റെ കൊത്തനങ്ങളിലുള്ള പലരും പറയുന്നത് ഇദ്ദേഹത്തിന് ശിക്ഷ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അടുത്തയാൾ ഇതുപോലെ പറഞ്ഞാലോ, ജില്ലാ പിന്നെ ഓഫീസർ പറഞ്ഞാലോ, അല്ലെങ്കിൽ താലൂക്കിലെ ഡോക്ടർ പറഞ്ഞാലും എല്ലായിടത്തെ അവസ്ഥ ഇതല്ലേന്നേ. ഇതിപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ക്യാൻസർ പുറത്തു പറയാൻ പാടില്ല. അതെ, നിങ്ങളുടെ ശരീരത്തിലെ ക്യാൻസർ പോലെ ഓരോ സർക്കാർ സ്ഥാപനത്തിനകത്തും ക്യാൻസർ ഉണ്ട്. ആ ക്യാൻസർ പുറത്തു പറയാൻ പാടില്ല. അത് മൂടി വെച്ച് ഒരു ദിവസം ഇത് മരിച്ചു പോകണം. അതെ, ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ ഖേദകരമായ ഒരു കാര്യം ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായേക്കും എന്നുള്ളതാണ്. എന്തായാലും അത് വളരെ ഖേദകരമാണ്. അത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം നമ്മൾ പറയുന്ന മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമാനമായിരിക്കും. പൊതുജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു നെറികേട്, അത്തരത്തിലൊരു വീഴ്ച നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഉണ്ടായി എന്ന് ഗത്യന്തരമില്ലാതെ തുറന്നു പറഞ്ഞ ഒരു ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാനാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ജനം കല്ലെടുത്തെറിയുന്ന സമയം വിദൂരമല്ല. അത് വളരെ മോശമായിരിക്കും. എന്തായാലും അവിടെ പോകുന്ന, അതായത് മെഡിക്കൽ കോളേജിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കും അതുപോലുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്ക് പോകുന്നത് സാധാരണക്കാരാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പണമില്ലാത്തവരാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ പണമില്ലാത്തവരാണ് സാധാരണക്കാർ. അവർക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടേക്ക് പോകുന്നവർക്ക് ഉള്ള സൗകര്യം ഇവിടെ ഇല്ല എങ്കിൽ, അവർ പണം കൊടുത്താണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങേണ്ടത് എങ്കിൽ പിന്നെ എന്ത് കേരള മോഡൽ അല്ലേ? അതെ, നമ്മൾ എല്ലാത്തിനും ഒന്നാമതെന്ന് പറയുന്നത് എന്താണ്? ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒന്നാമതാണ്. ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരാൾ വരുന്നു, അയാൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ജില്ലാ ഹോസ്പിറ്റലുണ്ട്? നമുക്ക് 14 ജില്ലാ ഹോസ്പിറ്റൽ. ആ 14 ജില്ലാ ഓഫീസുകളും ജില്ലാ ആശുപത്രികളും എന്താണ്? മെഡിക്കൽ കോളേജ്. ഉടനെ വേണ്ട ഒരു ടിക്കാണ്. പിന്നെ എത്ര താലൂക്കുണ്ട്? 73 താലൂക്ക്. 73 താലൂക്കിനും കിടക്ക മുറിയുള്ള ഓപ്പറേഷൻ സൗകര്യം വരെയുള്ള ആശുപത്രികൾ. ഉടനെ വീണ്ടും ടിക്കാണ്. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നില്ല സഹായം. അതാണ് പ്രശ്നം. ആരോഗ്യ കേരള നമ്പർ 1. ആരോഗ്യ കേരളം നമ്പർ 1. പക്ഷേ ഇവിടെയുള്ള മന്ത്രിമാരൊക്കെ ചികിത്സിക്കാൻ പോകുന്നത് വിദേശത്ത്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ആരോഗ്യരംഗം മൊത്തത്തിൽ പല പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ മൂടി വെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്തുണ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വായിൽ പഞ്ഞി ഇടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പഞ്ഞി, അവിടെ കിട്ടാത്ത പഞ്ഞി ഇദ്ദേഹത്തിന്റെ വായിക്കകത്ത് കുത്തിക്കയറ്റാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്തത് വളരെ വളരെ ചങ്കൂറ്റമുള്ള ഒരു കാര്യം തന്നെയാണ്. തുറന്നു പറഞ്ഞിരിക്കുന്നത് 25% ഉണ്ടെന്നുള്ള എന്റെ വിശ്വാസം. എല്ലാ സർവീസിലും പിയൂൺ വരെ സത്യസന്ധനായ പിയൂണുണ്ട്, സത്യസന്ധനായ സ്വീപ്പറുണ്ട്, സത്യസന്ധനായ കോൺസ്റ്റബിൾ എന്ന് പറയാൻ പാടില്ല, ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷെ അവരെയൊക്കെ വരിഞ്ഞ് മുറുകിക്കൊണ്ട് പിന്നെ ഭരണവും ഭരണത്തിൻ്റെ പിന്നെ കരാള ഹസ്തങ്ങളും ട്രേഡ് യൂണിയനിസവും സർവീസ് യൂണിയനിസവും എല്ലാം കൂടെ വന്ന് അവർ ചുരുങ്ങി പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും. വിമ്മിഷ്ടപ്പെട്ടുകൊണ്ട് അവർ എങ്ങോട്ട് ഒളിച്ചോടണം എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആരോഗ്യമന്ത്രിയല്ല, ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിയോ മറ്റുമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വകുപ്പ് മേൽനോട്ടം എല്ലാം നടത്തുന്നത്, കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു പ്രൈവറ്റ് സെക്രട്ടറി തന്നെ വേറൊരു രസമുണ്ട്. ഈ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രിക്ക് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? മന്ത്രിയേക്കാൾ വിവരമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അതായത് ആരോഗ്യ മേഖലയുടെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ആളാണ് അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഒരു വർഷം മുമ്പ് നമ്മൾ ആലോചിക്കണം. ഒരു വർഷം മുമ്പ് ഈ കാര്യങ്ങളെല്ലാം മന്ത്രി അറിയിച്ചതാണ്. എന്നിട്ട് അറിയിച്ചിട്ട് പോലും നടപടിയില്ല. ഇത് അറിയിക്കാതെ ഹാരിസ് ചിറക്കൽ പറയുന്നതിന് മുമ്പേ മന്ത്രിയെ അറിയിച്ചതിന് നടപടി എടുക്കേണ്ട ആളാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കേണ്ടത്. ഇത് ഓരോ വകുപ്പിലും അങ്ങനെയാണ്. പക്ഷേ ഇന്ന് വരുന്ന ആരാണ്? ഇതാണ് അവസ്ഥ. എന്തായാലും നമ്മൾ റവാഡ ചന്ദ്രശേഖറിൽ തുടങ്ങി ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ കുത്തഴിഞ്ഞ അവസ്ഥയെക്കുറിച്ച് പറയേണ്ടി വന്നതാണ്, അറിയാതെ പറഞ്ഞു പോയതാണ്. അതെ, നമ്മുടെ കേരളത്തിലെ അവസ്ഥ അത്തരത്തിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ഭരിക്കുന്നവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരിക്കുന്നവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആരോട്? സ്വന്തം അക്കൗണ്ടിനോടും ബന്ധുക്കളോടും മാത്രമല്ല, ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അവരാണല്ലോ, അവരോടൊരു അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തം മനസാക്ഷിയോട് നാളെ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളൊരു തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ആത്മാർത്ഥത ഒരല്പം കാണിക്കുക. ഈ ഖജനാവിലെ പണം ഉത്തരവാദിത്തത്തോടെ ചെലവഴിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഈ സിസ്റ്റം മുഴുവൻ രോഗഗ്രസ്തമായി മരിച്ചു പോകുന്നതിന് മുൻപ്
ചികിത്സ അനിവാര്യ സമയത്ത് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർ 1 കേരളം പാതാളത്തിലേക്ക് പോകേണ്ടി വരും. അതിന് ഇട കൊടുക്കരുതെന്നുള്ളൊരു അപേക്ഷ മാത്രമാണുള്ളത്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. തുടരും, കാത്തിരിക്കുക.